ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ പാടത്ത് പോയി വലയും കൊണ്ട് ചെറിയ പെരലിനെയും അതുപോലെ ചെറുമീനുകൾ പിടിക്കുന്ന പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ വ്ളോഗിൽ നമ്മുടെ കൂടെ ഉള്ളത് ഷാനു അൻറഷു. അങ്ങനെ ഇവരുടെ പ്രായത്തിൽ ഈ പ്രായത്തിലെ കുട്ടികൾ തീർച്ചയായിട്ടും ഇതുപോലെ പാടത്തൊക്കെ പോയിട്ട് ചെറിയ ചെറിയ മീനുകളെ പിടിച്ച് എന്താ പറയുക നമ്മളെ കുളത്തിലും കുണ്ടിലും ചില ടാങ്കിലൊക്കെ ഇട്ട് വളർത്തണം. അപ്പോൾ അവർക്ക് ആ ഒരു മീൻ പിടിക്കുന്ന ഇത്രയും കാലം അവർ മീൻ പിടിച്ചിട്ടില്ല പാടത്ത് പോയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു വലയെടുത്താണ്ട് മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ കൊച്ചു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതെൻ്റെ നാട് പട്ടികപ്പറമ്പ്, കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ ഇതേമുള്ള പാടത്തൊക്കെ കാണാം നമുക്ക് ഇതേമുള്ള വെള്ളം വന്ന് ചാടുന്ന ചാലുകളുണ്ടാവും, ചെറിയൊരു തടാകം പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒരുപാട് ചെറു മീനുകളുണ്ടാവും. പെരല്, അതേപോലെ മറ്റേ മൊയ്ക്കുട്ടികൾ, കൂട്ടികൾ, കടുമീൻ, ഇങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവരെ പരിചയപ്പെടുത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അവരെ കൊണ്ട് മീൻ പിടിപ്പിക്കണം. അവർക്ക് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനുമുള്ള ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം എൻ്റെ കൂടെയുള്ളത് സുഹൈൽ എന്ന് പറഞ്ഞ മീൻ പിടുത്തത്തിലെ രാജാവാണ് ഞങ്ങളുടെ നാട്ടിലെ. അപ്പോൾ ഞങ്ങൾ ഈ പാടത്ത് കൂടി എല്ലാം വെച്ച് ഇത് പിടിച്ചാൽ പോവാണ്. അങ്ങനെ ഏതായാലും വലിയൊരു വലയുണ്ട് നമ്മൾ അയക്കാൻ, അതും കൊണ്ട് കോരിയാണ് കേട്ടോ. രണ്ടാളും കോരിച്ച് നമുക്ക് കിട്ടുന്ന മീനുകൾ എന്തൊക്കെയെന്നൊക്കെ കാണാം. മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് പാടത്ത്. നോക്കാം നമുക്ക് എന്ത് മീനാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് കോരലിനെ നമുക്ക് ഒരുപാട് ചെറുമീനുകൾ കിട്ടിയിട്ടുണ്ട്, പെരലാളെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിടിച്ച് മറ്റേ കവറിലാക്കിയിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി കോരി വെക്കുകയാണ്. അപ്പോൾ അതിലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2, 3, 4 പ്രാവശ്യം ഞങ്ങൾ കോരി അവിടുത്തെ ഏകദേശം മീനുകളൊക്കെ എടുത്ത് മറ്റേ കവറിലാക്കിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് വീണ്ടും. അപ്പോൾ അതും കാണാം നമുക്ക്. ഒക്കെ അടുത്തടുത്ത് തന്നെ കേട്ടോ. ഇപ്പോൾ അടുത്ത് ഒരുപാട് നമ്മൾ ചെറിയ ചെറിയ കുഴികളുണ്ട് വെള്ളം വന്ന് ചാടുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി അവിടെ വീണ്ടും കോരാൻ പോവാണ്. ഇവിടുന്ന് എന്തൊക്കെയാണ് കിട്ടുക നോക്കണം. പക്ഷെ ഇതൊക്കെ ഡേഞ്ചറാണ്, കാരണം ഇങ്ങനത്തെ കാട് നല്ല സ്ഥലത്തൊക്കെ കോരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് പാമ്പുകളുള്ള സമയമാണ് ഇതൊക്കെ. അതൊന്നും നോക്കണില്ല നമ്മൾ ഏതായാലും മീൻ പിടിക്കാന്ന് ലക്ഷ്യമുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് പെരലാൾ കിട്ടിയിട്ടുണ്ടല്ലേ. ആ പടക്കണൊക്കെ ഫുള്ള് മീൻ കുട്ടികളാണ്. എത്ര അല്ലേ നോക്കി നിങ്ങൾ, ഒരു 10 രൂപ പെരലാളെ, ഒരു പിടി പെരലുകൾ. അങ്ങനെ നമ്മൾ ആ കവർക്ക് നിറക്കുകയാണ്. അപ്പോൾ ഷാനും റിഷൊക്കെ കണ്ടുത്തിരിക്കുന്നുണ്ട്. ഇനി ഇവരെ കൊണ്ട് നമുക്ക് മീൻ പിടിപ്പിക്കണം അടുത്ത വർഷം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെ മീൻ പിടിക്കുക എന്നുള്ളത്. ഏതാനും കണ്ടമാനം മീൻ കിട്ടിയിട്ടുണ്ട്. കുറേ പെരലാൾ ഈ എന്താ പറയുക പുഴയിൽ നിന്ന് കയറി വരികയാണ് ഈ മീനൊക്കെ. തോട്ടിലൂടെ വന്ന് പാടത്തേക്ക് കയറി നമ്മളവിടേക്ക് എത്തണതാണ്. അപ്പോൾ ആ പിടിച്ച മീനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണു, വീണ്ടും ആ കവറിലിട്ടിട്ട് ശേഖരിക്കുകയാണ്. തലക്കും വിലക്കും കോരുണ്ട്. അപ്പോൾ ഏകദേശം മീനൊക്കെ കഴിഞ്ഞ് നോക്കണം. ഇപ്പോൾ എണ്ണം കുറയാൻ തുടങ്ങി. അങ്ങനെ പിടിച്ച മീനുമായിട്ട് ഇനി ഞങ്ങൾ എടുക്കാൻ പോകണം. നേരെ വീട്ടിലേക്ക് പോട്ടോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതൊക്കെ പലതരം മീനുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ കുളത്തേക്കും അതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മൾ വീട്ടിലത്തെ ഈ പോണ്ടക്കും നമ്മൾ ആ മീനുകളിടാണ്. ആദ്യം നമ്മൾ ഇതിലേക്ക് ഇടും, കുറച്ച് മീനുകൾ പിടിച്ചിടാണ്. ഇത് നമ്മൾ സുഹൈലിൻ്റെ കുളമാണ്. അത്യാവശ്യം മീനുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള മീനുകളെ കുറേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതിലിപ്പോൾ തിലോപ്പി ഉണ്ട്, അതേപോലെ കരിമീൻ, ചെമ്മീൻ കുട്ടികളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ നാടൻ പെരലാളി ഉണ്ടാകാൻ പോവാണ്. ഒരു 4-5 പെരൽ ബാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ കുളത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ നേരെ അട്ടക്കുളം പോകാനുള്ള പരിപാടിയാണ്. അട്ടക്കുളം വെള്ളിലെ ഭാഗത്തിൽ അട്ടക്കുളം. ഇത് നമ്മൾ പള്ളിപ്പുറം സ്കൂൾ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്, പഴയ സ്കൂൾ ഗ്രൗണ്ട്, UP സ്കൂളിൻ്റെ. അപ്പോൾ പോകുന്ന വഴിക്കാണ് ട്രാക്ടർ പൂട്ടുണ്ടായിരുന്നു. അവിടെ നെല്ല് പാകാൻ വേണ്ടിയിട്ട് ട്രാക്ടർ പൂട്ടുന്ന രംഗാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി. അവിടെ ഉണ്ട് കുറേ മീനുകളുണ്ടായിട്ടോ. ഒരുപാട് മീനുകൾ ഈ പൂട്ടുന്ന സമയത്ത് ചത്തു പോകണ്ടായിരുന്നു. അപ്പോൾ ഞാനും തന്നെ ഒന്ന് ആ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ ചെറിയ മീനുകളും മൊയ്ക്കുട്ടികളും കോട്ടിക്കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട്.
ഏതാനും ഇതൊക്കെ തന്നെയാണ് നാട്ടിലെ അവസ്ഥ. കൃഷി കാര്യങ്ങൾ ഇതൊക്കെ കുറേ ആളുകൾ കൃഷി ഇപ്പോഴും നടത്തുന്നുണ്ട്, കുറേ ആളുകളൊന്നും നടത്തില്ല. അതിനുശേഷം നേരെ നമ്മൾ അട്ടക്കുളത്ത് കേട്ടോ, കുട്ടികൾക്ക് മറ്റേ ജാക്കറ്റ് ഇതൊക്കെ ഇട്ടു ഓലാണ് ഒന്നും നോക്കിയില്ല, തോട്ടുക്കണം കുളത്തുക്കണം ഒന്നിട്ടു കണ്ടില്ലേ. അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായി ചാടുക തന്നെയാണ്. കുട്ടികൾ നീന്തം പഠിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു.